ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തിറക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള, പണ്ട് ഫയർമാൻ എന്നറിയപ്പെട്ടിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. തസ്തികയുടെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്നതാണ്. ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ഇതിന്റെ ഒഴിവുകൾ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒരു വർഷത്തെ കാലാവധിയാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇതിന്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് വരുന്ന തീയതി മുതൽ ഒരു വർഷമായിരിക്കും. നിങ്ങൾക്കറിയാമത് അല്ലെ? അപ്പോൾ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആകുമ്പോൾ ആ ഒരു വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഒഴിവുകളിലേക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്നുമായിരിക്കും നികത്തുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. പുതിയ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസുകൾ, പുതിയ ഫയർഫോഴ്സിന്റെ പുതിയ കെട്ടിടങ്ങളും ഓഫീസുകളും എല്ലാം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്കെല്ലാം കൂടുതൽ തസ്തികകൾ അനുവദിക്കും, കൂടുതൽ പേരിലേക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത്. ഇത് മിസ്സാക്കരുത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി മാസം 15-ാം തീയതിയാണ്. 2025 ജാനുവരി മാസം 15-ാം തീയതിയാണ് ഇതിന്റെ അവസാന തീയതി വരുന്നത്. നിയമന രീതി നിങ്ങൾക്കറിയാം, നേരിട്ടുള്ള നിയമനമാണ് നമുക്ക് നടത്തുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. മറ്റ് ഒഴിവുകൾ OBC അതുപോലെ SC ST തുടങ്ങിയിട്ടുള്ളവർക്കുള്ള പ്രായപരിധിയിലുള്ള ചില കിഴിവുകളുണ്ട്, നിങ്ങൾക്കറിയാം. ഇനി യോഗ്യതകൾ എന്താണ്? +2 തലമാണ് കേട്ടോ. +2 തത്തുല്യമായിട്ടുള്ള പരീക്ഷ വിജയിച്ചിട്ടുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിന് മുൻഗണന ഉണ്ടാകുമെന്നും ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇത്രയാണ് യോഗ്യതകളിൽ പറയുന്നത്. ഇതുകൂടാതെ ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ഉയരം 165 സെന്റിമീറ്റർ ആയിരിക്കണം ജനറലിന്. SC STക്ക് 160 സെന്റിമീറ്റർ ആയിരിക്കണം. തൂക്കം 50 കിലോഗ്രാം ഉണ്ടായിരിക്കണം. 81 സെന്റിമീറ്റർ നെഞ്ചളവും 5 സെന്റിമീറ്റർ നെഞ്ച് വികസിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. SC ST കാറ്റഗറിക്ക് 48 കിലോ വെയിറ്റും 76 സെന്റിമീറ്റർ നെഞ്ചളവും 5 സെന്റിമീറ്റർ ആയിരിക്കണം അവരുടെ ഇതുപോലെയുള്ള നെഞ്ച് വികസിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് ശാരീരിക യോഗ്യത എന്ന് പറയുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള എക്സാം ആണ്, നിങ്ങൾക്കറിയാം. ഇതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നീന്തൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നീന്തൽ ടെസ്റ്റിനകത്ത് എന്തായിരിക്കും? 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കാഴ്ച ശക്തി പറയുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസ് വേണം. ആ സർട്ടിഫിക്കറ്റിന്റെ മോഡല് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന്റെ ഐറ്റംസ് എങ്ങനെയാണ്? 100 മീറ്റർ ഓട്ടത്തിൽ 14 സെക്കൻഡ് കൊണ്ട് എത്തണം. അതുപോലെ ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ ഉയരത്തിൽ ചാടാൻ കഴിയണം. ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ ചാടാൻ കഴിയണം. അതുപോലെ ഷോർട്ട് പുട്ടിംഗ് ദ ഷോട്ട് എന്നാണ് പറയുന്നത്. ഷോർട്ട് പുട്ട് 69.60 സെന്റിമീറ്റർ 7,264 ഗ്രാം ഭാരമുള്ള ഷോർട്ട് പുട്ട് ആയിരിക്കണം എറിയേണ്ടത്. ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണെങ്കിൽ 6,096 സെന്റിമീറ്റർ അകലയിലേക്ക് എത്തണം. റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, കാലുകൾ ഉപയോഗിക്കരുത്. അങ്ങനെ 365.80 സെന്റിമീറ്റർ ഉയരത്തിൽ എത്തണം. പുള്ളപ്പ് അഥവാ ചിന്നിങ് എന്ന് പറയുന്നത് ഇങ്ങനെ 8 തവണ നിങ്ങൾ അത് എടുക്കാൻ സാധിക്കണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് ഉണ്ട്. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിന് ഉള്ളിൽ എത്തണം. ഇങ്ങനെ 8 കാര്യങ്ങളാണുള്ളത്. 8 ഇനങ്ങളിലായിട്ട് 5 ഇനങ്ങളിലെങ്കിലും പാസ്സാവുകയാണ് വേണ്ടത്. 8ഉം പാസ്സാവണം നിർബന്ധമില്ല. 8ൽ 5 എണ്ണമെങ്കിലും പാസ്സാവണം എന്നുള്ളതാണ് നിബന്ധന. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ പാസ്സാവുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും അതിനകത്ത് ഈ പറഞ്ഞ ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം പാസ്സായി റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ അതിനോടകം തന്നെ ആ പ്രൊഫഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് NJD ആക്കി മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. സോ റാങ്ക് ലിസ്റ്റിലുള്ള മറ്റൊരാൾക്ക് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഫയർമാൻ എന്ന് പറയുന്ന തസ്തിക. വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയല്ല. എന്നാൽ ആഞ്ഞു പിടിക്കണം. ഫോഴ്സുകളിൽ തന്നെ ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് ഫയർമാൻ എന്ന് പറയാതെ വയ്യ. ഇത്രയും നല്ലൊരു തസ്തികയാണ്. ഇതിന്റെ ട്രെയിനിങ് എല്ലാം വളരെ നല്ല ഒരു ട്രെയിനിങ് ആണ്. ഇതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വളരെയധികം വാല്യൂ ഉള്ള ട്രെയിനിങ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ജാനുവരി 15 വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇത് പഠിക്കുന്നതിന് വേണ്ടി അഡ്ഹോക്ക് ലേണിംഗിന്റെ ഭാഗത്തു നിന്നും
നല്ല കൃത്യമായിട്ടുള്ള കോഴ്സ് നമുക്കുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി, വീക്കിലി, മന്ത്ലി ബേസിസിൽ റിവിഷൻ ടെസ്റ്റുകളോടുകൂടി, മോഡൽ എക്സാമുകളോടുകൂടി, ഇതിന്റെ സിലബസിൽ പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളോടുകൂടി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള കംപ്ലീറ്റ് പാക്കേജോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ അഡ്ഹോക് ലേണിംഗിനകത്ത് ഇതിനോടകം തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.